ഫൈസ, കൺഗ്രാറ്റ്സ്. നാടകത്തിൻ്റെ കൺസെപ്റ്റും ഡയലോഗ്സും ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. ഇനി ഇതിൽ ഈ വിഷ്വൽ എലമെന്റ്സ് കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ഡയലോഗ്സ് ഇനിയും കുറയ്ക്കാം. ഞാൻ എൻ്റെ ഒരു സജഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ, എല്ലാം സംവിധായകൻ്റെ ഇഷ്ടം. ഇല്ല സർ, ഞാൻ കുറച്ച് റെഫറൻസസ് എടുത്തിട്ടുണ്ട് ഓൾറെഡി. ഓ വെരി ഗുഡ്. 1 സെക്കൻഡ്. ഹലോ. ആ വാട്ട്? എന്താ സർ? Gauri Lankesh, the editor of Kannada tabloid Gauri Lankesh Patrika, who's also known for her criticism of religious fanaticism, is shot dead by 3 men in Bengaluru. The unknown assailants fired 4 bullets at point-blank range. സത്യം ഉറക്കെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ ഗൗരി ലങ്കേഷിന്റെ ഇരുവശത്തും കൊമ്പും കുളമ്പുമുള്ള 2 വിചിത്ര ജീവികൾ പ്രത്യക്ഷപ്പെടുന്നു. വല്ലാത്തൊരാവേശത്തോടെ ആ വിചിത്ര ജീവികൾ ഗൗരി ലങ്കേഷിന്റെ നേരെ പാഞ്ഞടുക്കുന്നു. ഗുഡ് മോർണിംഗ് സർ. സർ. മോർണിംഗ്. ഇരിക്കും. വി സിക്ക് അവരൊരു പരാതി കൊടുത്തിട്ടുണ്ട്, ഈ നാടകം ദേശവിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് വി സി എനിക്ക് ഫോർവേഡ് ചെയ്തിട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സർ, ഇത് നാടകം നിർത്തിവെക്കാനുള്ള ഫാസിസ്റ്റുകളുടെ ശ്രമമാണ്. അത് എങ്ങനെയെങ്കിലും നമ്മൾ ഓവർകം ചെയ്യണം. ഇതിപ്പോൾ എത്ര ദിവസത്തെ വർക്കാണ് സർ? യാ, നാടകം കളിക്കാതിരിക്കുന്ന പ്രശ്നമില്ല, ഡോണ്ട് വറി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റും സാറേ. ആ സാറ് ഞങ്ങളോട് നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഞങ്ങളൊരു സ്ക്രിപ്റ്റ് തരുന്നു സർ, അത് ബേസ് ചെയ്ത് യു ക്യാൻ ഫയൽ യുവർ റിപ്പോർട്ട്. യു മീൻ എ ഡൈല്യൂട്ടഡ് സ്ക്രിപ്റ്റ്? അത് മതി, ബട്ട് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദം. സർ, സാറ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ വി ക്യാൻ ഫേസ് എനിത്തിങ് സർ, അല്ലേ ഫൈസ? സർ, കോളേജ് മൊത്തം നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ വി ആർ നോട്ട് വറീഡ് ലൈക്ക് ദാറ്റ്. ആ, നോക്കാം. താങ്ക് യു. താങ്ക് യു സർ. ക്യാരി ഓൺ. സാർ ഇത് കണ്ടല്ലോ, ഈ നാടകം ദേശവിരുദ്ധമാണ്. സാറോട് ഉൾപ്പെടുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് എതിരാണത്. മാത്രമല്ല, ഈ നാടകത്തിന് ഫുൾ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തിരിക്കുന്ന പ്രൊഫസർ പൊതുവാളാണ്. എന്നിട്ട് അദ്ദേഹത്തിനോട് തന്നെ വി സി റിപ്പോർട്ടും ചോദിച്ചിരിക്കുന്നു. Podwal. He's the mastermind behind all this. So the script they have given to the VC is fake. Okay. I will discuss this with VC. We can find out a solution. सर, ये जो नाटक है इसका प्रदर्शन ऑफिशियली कॉलेज में मना है. फिर भी अगर उन्हें करना है तो बाहर खड़े रास्ते पे पब्लिक देख लेगी उनको. फिर സാറേ, ഞാൻ സാറിനോട് ഒരു കാര്യം പറയാം. ഈ നാടകം ഇവിടെ കളിച്ചാൽ ഈ ക്യാമ്പസ് കത്തും, അതുറപ്പാണ്. ആജാ. हेलो सर, गुड गुड मॉर्निंग. मॉर्निंग. अच्छा सुन, तुझे वो बुक्स लेनी थी लाइब्रेरी से, ले ली क्या? നമസ്തേ പൊതുവാൾ സാർ. नमस्ते. नमस्ते सर. नमस्ते. സാർ, ഇത് പാർട്ടിയുടെ ഡൽഹി ജില്ലാ പ്രമുഖ്. हाँ नमस्ते पुदवाल. नमस्ते. सर, हमने आपका क्या बिगाड़ा सर? आप क्यों हमें इतना परेशान कर रहे हैं? मैंने क्या किया? സാർ, ഇദ്ദേഹം ആ നാടകത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. നാടകത്തിന് എന്താ കുഴപ്പം? What's the issue? Sir, this is an anti-national drama, sir. So we won't allow this in the campus, sir. Who are you to decide that? You are not a student in this campus. You are an outsider, right? Then how can you detect this to me? പൊതുവാൾ സാർ, സാർ നാട്ടിൽ കൊള്ളാവുന്നൊരു തറവാട്ടി പറഞ്ഞ ആളല്ലേ. എന്നിട്ട് സാറെന്താ ഈ പിള്ളേരുടെ ഒപ്പം? ഓ, അപ്പോൾ അതാണ് കാര്യം. ഞാൻ കൊള്ളാവുന്നൊരു തറവാട്ടിൽ ജനിച്ചതുകൊണ്ട് ഈ നാട്ടിലെ കുലീനക്കാരുടെ തോന്നിയാസങ്ങളൊക്കെ കണ്ടില്ല എന്ന് നടിക്കണം അല്ലേ? താനിപ്പോൾ പറഞ്ഞ് ഈ തറവാടിത്തം കുലീനതൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ മറവിൽ നടന്നിരുന്ന തോന്നിയാസങ്ങളൊക്കെ തുറന്നു കാണിച്ചതിൻ്റെ പേരിൽ ഇതിനേക്കാളും ഒക്കെ വലിയ ഭീഷണി നേരിട്ടൊരു അച്ഛൻ്റെ മകനാണ് ഞാനെന്ന് നിൻ്റെ ഈ നേതാവിനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ചുമ്മാ ഷോ കാണിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. आप प्रोफेसर हो इसलिए आपसे इज्जत से बात कर रहे थे, लेकिन अब समझ आ गया इस सब से कोई फायदा नहीं. सुन, बैठे बैठे लाखों चाप रहे हो, फिर भी देश के साथ धोखा. अब बात नहीं करेंगे, करके ही दिखाएंगे. ഇവൻ ആരാന്നാ പറഞ്ഞത്? ജില്ലാ പ്രമുഖ്.
ഇവനെക്കാളും വലിയ ദേശീയ പ്രമുഖ വന്നാലും പ്രൊഫസർ പൊതുവാളിന് ഒരു ചുക്കുമില്ലെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പറയാം. സുനോ, മേരി പകർ തേരി പാർട്ടി ഓഫീസർ നെയ്യാത്തിയേ ബടായ ദേശഭക്ത്. ഇവിടെ നൂറുകണക്കിന് ആളുകൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതി മരിച്ചപ്പോൾ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയതാണോടാ നിന്റെയൊക്കെ രാജ്യസ്നേഹം? അതോ രാഷ്ട്രപിതാവിന്റെ ഘാതകനെ ആരാധിക്കുന്നതോ? ഇതൊന്നും എന്നോട് വിളമ്പല്ലേ. മാറ. ज्यादा ही बोलता है, बाद में देख लेंगे इसे. As anti-national content has been noted in the above-mentioned drama, its performance presentation has been forbidden and banned in the university. നാടകം നിരോധിച്ച കാര്യം ക്യാമ്പസിലെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് നടത്തിയെടുക്കാന്നുള്ള നമ്മുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഇനിയിപ്പോൾ അത് നടക്കുന്നൊന്നുമില്ല. അതൊക്കെ നടക്കും, ഉറപ്പായിട്ട് നടക്കും. പക്ഷേ ഇനി നമ്മുടെ റിഹേഴ്സൽ ഇവിടെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. Yeah. അതിന് വേറൊരു സ്ഥലം കണ്ടുപിടിക്കേണ്ടി വരും. അത് ഞാൻ ഏറ്റു. ഓക്കെ. ശരിക്കും ആ, അത് പേടിക്കണ്ട. അപ്പൊ പിന്നെ നമ്മള് നാടകം വെച്ച് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം അല്ലേ? ആ, വരുന്നിടത്ത് വെച്ച് കാണാം. കാണാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, സ്റ്റോപ്പ്. വൺ സെക്കൻഡ്. റിലാക്സ്. ആ അമൽ, നീ എവിടെയാ? ഞാൻ കുറെ വിളിച്ചു. ഞാനിവിടെ റിഹേഴ്സല്ല സാർ. ഇവിടെ റേഞ്ച് അത്ര പ്രോപ്പർ അല്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പ്രശ്നമുണ്ട് അമൽ. നിങ്ങളെ പൊളിറ്റിക്കലി നേരിടാനല്ല, വ്യക്തിപരമായി ടോർച്ചർ ചെയ്ത് നിങ്ങളുടെ ആത്മവീര്യം കെടുത്താനാണ് അവർ ശ്രമിക്കുന്നത്. അതിനിപ്പോൾ എന്താ സാർ ഉണ്ടായത്? ഫൈസയാണ് അവരുടെ ടാർഗറ്റ്. മറ്റു പരിഗണന ഒന്നും അർഹിക്കാത്ത ഇര ആ കുട്ടിയാണല്ലോ. ഫൈസയെ അറസ്റ്റ് ചെയ്യാനാണ് അവരുടെ നീക്കം. അറസ്റ്റ് ചെയ്യാനോ? സാർ എന്തൊക്കെയാ പറയുന്നത്? അറസ്റ്റ് ചെയ്യാൻ നമ്മളെന്തെങ്കിലും ചെയ്തിട്ട് വേണ്ടേ? ഇക്കാലത്ത് അതൊന്നും വേണ്ടടോ. രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേസ് ഫാബ്രിക്കേറ്റഡ് ആണ്. പക്ഷേ ഇപ്പോൾ ഫൈസ അവരുടെ കയ്യിൽ കിട്ടാൻ പാടില്ല. നമുക്ക് ഉടനെ ആ കുട്ടി എങ്ങോട്ടെങ്കിലും മാറ്റണം. എന്ത് വില കൊടുത്തും ഫൈസയെ സംരക്ഷിച്ച് പറ്റൂ അമൽ. ഞാൻ ആദർശിനെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഓക്കെ സാർ. ഓക്കെ അമൽ. ശരി. അമൽ ബൈ റോഡ്സ് പിടിച്ചാൽ മതിയേ. ഫേസ് കവർ ചെയ്യണം. യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ വിദ്യാർത്ഥിനിക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്തു. യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഗവേഷകയും മലയാളിയുമായ ഫൈസ സൂഫിക്കെതിരെയാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഡൽഹി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.